വീണ്ടും കാട്ടാന ആക്രമണത്തിന്റെ വാർത്ത. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്നതാണ്. മലപ്പുറം മൂത്തയിടത്ത് വനവിഭവം ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീ സരോജിനിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. PV അൻവർ, DCC പ്രസിഡന്റ് VS ജോയ്, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി. വലിയ പ്രതിഷേധമാണ് വനംവകുപ്പിനെതിരെ ഉയരുന്നത്. വന്യജീവി ആക്രമണം തടയാൻ ഉടൻ നടപടി തുടങ്ങുമെന്ന് DFO ധനിത് ലാൽ പറഞ്ഞു. ഈ കോളനിക്ക് ചുറ്റും ഹാങ്ങിങ് ഫെൻസ് ഈ ആഴ്ച തന്നെ ടെൻഡർ ചെയ്യും. ഓൾറെഡി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായിരുന്നു. ഓൾറെഡി കിഫ്ബി പദ്ധതി ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് രണ്ടാമത് വേറെ പ്രോഗ്രാമായിട്ടുണ്ട്. അതിനുവേണ്ടി കാത്തു നിൽക്കാതെ തന്നെ വേറെ ഫണ്ട് ഉപയോഗിച്ച് MRMSയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ ആഴ്ച തന്നെ ടെൻഡർ ചെയ്ത് അതിന്റെ പദ്ധതി ഉടനെ തന്നെ തുടങ്ങും. ഏകദേശം എന്നത്തേക്ക് വർക്ക് പൂർത്തീകരിക്കാം? ഏകദേശം ടെൻഡർ ചെയ്ത് ഒരു ഓഫീസ് പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ട് ഒരു മാസത്തിലുള്ള വർക്ക് തുടങ്ങും. സർ, ഞങ്ങൾ ഇത്രയും കാലങ്ങളായി ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് മീറ്റിംഗുകളായാലും കാര്യങ്ങളായാലും ഞങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കലുണ്ട്. എല്ലാവരും കോളനിക്കാർ കൂടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിലെല്ലാവരും എഴുതി ഒപ്പിടും. ഞങ്ങൾക്ക് ഇങ്ങനെ ട്രഞ്ച് വേണം, വേറെ ഇങ്ങനെ ഞങ്ങൾക്ക് ചുറ്റുവേലി വേണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇവിടെ നടക്കുന്ന അറിയില്ല. എന്നാലും ഞങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേപ്പറുകളായാലും കാര്യങ്ങൾ ഒപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എവിടെ പോയി? അതൊക്കെ ഒരു സ്ത്രീ മരിച്ചു, ഒരു അമ്മ മരിച്ചു. ഈ പ്രശ്നം ഞങ്ങൾ പറഞ്ഞ് മടുത്തു. ഇനി ഞങ്ങൾ എഴുതി കൊണ്ടുവന്നത് ഈ ഒപ്പും പേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെ കൊണ്ടിടുന്നത് ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് മുന്നേ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരേണ്ടതല്ലേ? ഫെൻസിങ് ഇവിടെ നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഫെൻസിങ് എങ്ങനെ അവർ അയച്ചു തന്നിട്ടുണ്ട് ഫോറസ്റ്റിൽ നിന്ന്. ആ കമ്പനിക്കൊന്നും ഞാൻ ഒരു പരിഹാരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിൽ ആനോട് വന്നവർക്ക് നേരം നിന്നാലും എനിക്ക് നെയ്ക്കാനാ കൂടിയിട്ടുള്ളൂ, അല്ലാതെ പായാനാ ഒന്നും എനിക്ക് കൂടിയിട്ടില്ല. അതിൽ ഞാൻ ഈ 2 കൈയും തട്ടിട്ട് ആനയോട് പറഞ്ഞു, ആനെ കൊല്ലല്ല, ഞങ്ങളെ കൊല്ലം നമുക്ക് 3 ആളൊപ്പം കൊല്ലും, അല്ലാതെ ഒരാളെ കൊല്ലല്ല ആനയെന്ന് പറഞ്ഞിട്ട് ആനേനടുത്ത് മല്ലിടും. ഞാൻ കുറേ പറഞ്ഞു ഞാൻ ആനയെടുത്ത്. അപ്പോൾ ഞാനും നിൽക്കുന്ന അനങ്ങണമില്ല, ഒന്നും ചെയ്യണില്ല. അതിൽ ഞാൻ പറയാം, എന്നെ കൊല്ലാൻ പറഞ്ഞാണെങ്കിൽ ഇന്നെ കൊല്ലും, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ആനോട്. അതിൽ ആനന്ത് കാട്ടി നേരത്തെ ഇന്നിരുന്ന് ആനന്ദീര് നേരാണ് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇവിടെ കാണുന്നില്ല, മറ്റോളൊച്ച കേൾക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും ഞാൻ നിൽക്കണോടത്ത് നിൽക്കുക. തെരഞ്ഞു പോയി നോക്കുമ്പോൾ ഒരു മരക്കുറ്റിൻ്റെ അവിടെ ഒരു കുറ്റിയുണ്ട്, പിന്നെ വേങ്ങമരം, അതിൻ്റെ അപ്പുറത്തൊരു കൊമ്പ് വീണ് കിടക്കുന്നു. ഞാൻ നേരെ പോയപ്പോൾ പിന്നെ ചേർന്നേട്ടനുണ്ടായിരുന്നു മൂപ്പര്. അതിൽ ഞങ്ങൾ 4 ആളും കൂടി പോയപ്പോൾ ഇവിടെ കിടക്കുക. ഇവർ 5 പേരടങ്ങുന്ന ഒരു സംഘമാണ് വനത്തിലേക്ക് പോയത്. അത് ആടിനെ വെക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോഴാണ് 4 പേർ ഓടി രക്ഷപ്പെട്ടു. ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ആനയോട് പറഞ്ഞു എന്നൊക്കെയുള്ളത്. ആനയൊക്കെ അവർ സ്ഥിരമായി കാണുന്നതൊക്കെയാണ്. ആ മേഖലയിൽ താമസിക്കുന്നവരാണല്ലോ, അവർ സഹജീവികളായാണ് ആനയൊക്കെ കാണുന്നത്. മാറി നിൽക്കുന്നു പറഞ്ഞു എന്നൊക്കെ. പക്ഷേ ഏതായാലും അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാകും. സമീർ ബിൻ കരീം തത്സമയം വിവരങ്ങളുമായി. സമീർ, DFOയുടെ ഉറപ്പ് നടപടി സ്വീകരിക്കുമെന്നത് എത്രാമത്തെ ഉറപ്പാണ് എന്നതാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മണികണ്ഠന്റെ മരണം. അപ്പോഴും നമ്മൾ ഈ ഉറപ്പൊക്കെ കേട്ടു മന്ത്രിയുടെ ഭാഗത്തു നിന്നും. ഇത് തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ എന്താണ് ഈ നാട്ടുകാരുടെ പ്രതീക്ഷ? അവർ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അവർ നിലവിൽ എന്താണ് പറയുന്നത്? അനുജ, അല്പസമയം മുന്നേ വരെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി നിലവിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതുവരെ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. അല്പസമയം മുന്നേ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇങ്ങോട്ടേക്ക് എത്തി. അവർക്ക് നേരെ വലിയ പ്രതിഷേധമുണ്ടായി. ഈ ശാശ്വതമായ ഒരു പരിഹാരമില്ലാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ നിലപാട്. അതിനെ തുടർന്ന് അവർ ഫെൻസിങ്ങും മറ്റുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ അവർക്ക് നൽകിയതിനെ തുടർന്ന് മൃതദേഹം നിലവിൽ വിട്ടു നൽകിയിരിക്കുകയാണ്. പക്ഷേ ഒരു വശത്ത് ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. ഒരു ഉറപ്പ് ലഭിക്കാതെ സബ് കളക്ടർക്ക് ഇവിടെ നിന്ന് മടങ്ങരുത് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്ന ഈ ആദിവാസി ഊരിലാണ്. അന്ന് രാവിലെ 11 മണിയോട് കൂടെയാണ് ഈ ആദിവാസി ഊരിലെ സരോജിനി എന്ന് പറയുന്ന വീട്ടമ്മ അടങ്ങുന്ന 5 പേരടങ്ങുന്ന സംഘം വനത്തിലേക്ക് വിഭവശേഖരണത്തിനും പോത്തിനെയും ഒക്കെ തന്നെ മേയ്ക്കാനായി പോകുന്നത്. അതിനിടയിലാണ് കാട്ടാന പിൻഭാഗത്തിലൂടെ ഇവരുടെ അടുത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പലരും ചിതറി ഓടി രക്ഷപ്പെട്ടു. ആ ആനയ്ക്ക് മുൻപിൽ അകപ്പെട്ട സരോജിനി കാട്ടാന ആക്രമിക്കുകയും അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ സംസാരമാണ് നമ്മൾ അല്പസമയം മുന്നേ കേട്ടത്. അവർ പറയുന്നത് ഈ കാട്ടാന അവർക്ക് നേരെയും അടുത്തു, പക്ഷേ കാട്ടാന അവരെ ആക്രമിച്ചില്ല. കാട്ടാന പിന്നീട് മടങ്ങുകയാണ് ഉണ്ടായത്. അതിന് ശേഷം പിന്നീടാണ് ഈ സരോജിനി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും പിന്നീടെല്ലാം തന്നെ കാണുന്നതൊക്കെ തന്നെ പിന്നീടാണ്. ഏതായാലും ഏറെ വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ ഈ സരോജിനിയെ അവിടെ നിന്നും ഈ ആദിവാസി ഊരിലേക്ക് എത്തിക്കുകയും ഈ വീടിന്റെ ഫ്രണ്ട്
മൺഭാഗത്ത് കിടത്തിക്കൊണ്ട് ഈ ആളുകൾ സമരം ചെയ്യുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് നേരത്തെയൊക്കെ തന്നെ നിരവധി വാഗ്ദാനങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെൻസിങ്ങും അല്ലെങ്കിൽ ഈ മറ്റുള്ള ഒന്നും തന്നെ വാഗ്ദാനങ്ങളായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായി എന്ന് ഈ വർക്ക് തുടങ്ങാൻ കഴിയും, എന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നടക്കമുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. ബാക്കിയുള്ള ഉറപ്പെല്ലാം തന്നെ ഞങ്ങൾ കേട്ട് മടുത്ത് തഴമ്പിച്ചതാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിന് പിന്നാലെ ഇങ്ങോട്ടേക്ക് എത്തിയ എല്ലാവരുമായും അവർ കലഹിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്തും DCC അധ്യക്ഷൻ VS ജോയി, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ PV അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ സമരത്തിനൊക്കെ നേതൃത്വം നൽകുകയും ഒക്കെ തന്നെ ചെയ്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇവിടെ ശാന്തമായിരിക്കുന്നു. മൃതദേഹം കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിലവിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. അതെ, വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വല്ലാത്തൊരു ഉദാസീനത ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഈ വാർത്ത ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വന്യജീവി ആക്രമണങ്ങൾ നമ്മൾ എത്ര ചർച്ച ചെയ്താലും അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. പരിഹാരം കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചില ഉദ്യോഗസ്ഥരുണ്ട്, RRT സംഘം എന്നൊക്കെയുള്ള, അവർക്ക് പെട്രോളിംഗ് നടത്തുക, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പ്രാഥമികമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതുപോലും ഇത്തരം മേഖലകളിൽ പോലും ഇല്ല എന്നൊക്കെയുള്ളത്. അവർ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ വരും, അത് കഴിയുമ്പോൾ തിരിച്ചു പോകും, വീണ്ടും അടുത്ത മരണം ഉണ്ടാകുമ്പോൾ ഓടി വരും. ഇങ്ങനെ അതല്ല, അത്തരത്തിലേക്കല്ല. ഈ കാട്ടാന ആക്രമണം തുടർച്ചയായി നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുക. വളരെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കേട്ടല്ലോ. അതെ, അവിടെ ആ മേഖലയിൽ തന്നെയാണ് മണികണ്ഠന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. കൂടാതെ നമ്മൾ ഈ എൽദോസിന്റെ കാര്യവും ഈ കോതമംഗലത്തുള്ള അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ്.